ശാരികെ, സൈബർ അറസ്റ്റ് കുറച്ചു കാലം ട്രെൻഡിങ് ആയിരുന്നു. ആരെ ഇനി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ കൊച്ചിയിൽ 4.5 കോടി തട്ടിയെടുത്ത സൈബർ അറസ്റ്റ് നടത്തിയ ഒരാളെ വീണ്ടും കേരള പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കൊൽക്കത്തയിൽ പോയി ആളെ കയ്യോടെ തൂക്കിക്കൊണ്ടു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് യുവമോർച്ചയുമായി ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതോടുകൂടി സൈബർ തട്ടിപ്പിന് ഒരു അന്ത്യം ഉണ്ടാവുമോ? സൈബർ തട്ടിപ്പുകളുടെ വെള്ളനിലമാണ് ഇപ്പൊ കേരളം. കാരണം കാലങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനായിട്ടുള്ള മലയാളികളാണ്. ആ മലയാളികളുടെ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കോടിക്കണക്കിന് രൂപ ഇത്രയും മലയാളികൾക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. കാരണം 1-2 രൂപയും കോടികളുടെ കളിയാണ്. 4.5 കോടിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുത്തന്റെ കയ്യിൽ നിന്ന് തന്നെ മേടിയത്. ലിങ്കൺ ബിശ്വാസ് അവന്റെ പേരത്. അതായത് ഇന്ത്യ മുഴുവനും സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരൻ, അതാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇനി സൈബർ തട്ടിപ്പിന് ഇച്ചിരി ഒരു ആശ്വാസം നമുക്ക് കുറച്ച് കുറവുണ്ടാവുമായിരിക്കും. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് എനിവേ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പ് നടക്കുക. എവിടുന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നത് OTP പോലും ഇല്ലാതെയാണ് ഡോക്ടർക്ക് 5 ലക്ഷം രൂപ. ഭാഗ്യത്തിന് SBI മാനേജർ കണ്ടെത്തിയതുകൊണ്ടും ഈ ഡോക്ടർക്ക് എന്തോ ഒരു വശപശം തോന്നിയതുകൊണ്ടും 4.25 ലക്ഷത്തോളം അവർക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റി. എങ്കിലും പോയി ഒരു 50,000 രൂപയ്ക്ക് അടുത്തവരുടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അദ്ദേഹം ഈ സിം ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും തോറും 10,000 വെച്ച് പോയിക്കൊണ്ടിരിക്കുക അക്കൗണ്ടിൽ നിന്ന്. OTP പോലും കിട്ടിയിട്ടില്ല. സാധാരണ നമ്മൾ പറയും OTP ഷെയർ ചെയ്യരുത്, വിളിക്കുമ്പോൾ പോലും സർക്കാരിന്റെ മുന്നറിയിപ്പുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെയൊക്കെ പിന്നിൽ ഇവനായിരിക്കും ഈ OTP. സർക്കാരിന്റെ മുന്നറിയിപ്പ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമ്മൾ കൊറോണ കാലത്ത് കേട്ട പോലത്തെ മുന്നറിയിപ്പ് കേൾക്കുന്നുണ്ട്. കാരണം പറഞ്ഞ് പത്രത്തിൽ വന്നിട്ടൊന്നും ആൾക്കാർക്ക് ഒരു കൂസലില്ല. അതിൽ പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, സംഗീതജ്ഞന്മാര്, ഇവരൊക്കെ ഫുൾ ടൈം ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെന്താണ് കേൾക്കുന്നത്? ഇത്രയും അതുകൊണ്ടാണ് നിവർത്തി കേട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രാലയം. ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ചെയ്യാം, ശരിയാണ്, ചില ആൾക്കാരുടെ മണ്ടം തീരുമാനങ്ങൾ. കാരണം ഇത് മറ്റേ ലുട്ടാപ്പിയുടെ കുന്തം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാലും വാങ്ങാനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ തട്ടിപ്പിനിരയാവുന്നവർ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരിപ്പോ നേരത്തെ ശാരിക പറഞ്ഞതുപോലെ ഈ OTP ഒന്നും ഇല്ലാതെ നമുക്കറിയാം ഇപ്പൊ എല്ലാ കാര്യങ്ങളും കുറെ അധികം ലിങ്കുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ വഴിയാണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വേറെ ഓപ്ഷൻ, നമ്മൾ അറിയാണ്ട് പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട് ശില്പ, അതിനകത്ത് സൈബർ അറസ്റ്റ്. അതിലാണ് ഇപ്പൊ മിക്കവരും മിനിഞ്ഞാന്ന്, അതായത് 2 ദിവസം മുമ്പ് ഒരു ഡോക്ടറെ സൈബർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ബാങ്കിലേക്ക് ഓടി ചെന്നിട്ട് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ബാങ്കുകാർക്ക് എന്തോ സംശയം, ഇവർക്ക് ഭയങ്കര പരിഭ്രമം, ടെൻഷൻ. അപ്പോൾ ബാങ്കർക്ക് സംശയം, ഇവരൊന്നും പറയുന്നില്ല, ഇവർക്കെന്താ നാണക്കേട് പോലെ. ഒന്നുമില്ല, എന്റെ കസിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഒരു സംശയം. ഇവർ പോലീസിനെ അറിയിച്ചു, അവരോട് പറഞ്ഞു. അങ്ങനെ പോലീസ് വീട്ടിൽ ചെന്നു. ഇവർ ബാങ്കിൽ നിന്ന് സംഭവങ്ങളൊക്കെ അയച്ചിട്ട് ഇവരങ്ങ് പോയി. 4 ലക്ഷം രൂപയോളം അയച്ചു, ഇവരുടെ പോയി 5 ലക്ഷം രൂപയോളം അയച്ചപ്പോഴാണ് ബാങ്കിന് സംശയം വന്നത്. ബാങ്കാണ് അത് ഞാൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഫ്രീസ് ചെയ്യാൻ ശ്രമിച്ചു. മറ്റേത് ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തത്. ഇവര് പോലീസ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ റൂമിൽ ഇരിക്കുകയാണ്. സൈബർ അറസ്റ്റാ എന്ന് ആലോചിക്കണം. എന്നിട്ട് പോലീസുകാർ, ഇവർ ഫോൺ കൊടുത്തില്ല ആദ്യം പോലീസുകാർക്ക്, ഈ ഡോക്ടർക്ക് നേരിട്ട് പോലീസ് പിടിച്ചു വാങ്ങിക്കുമായിരുന്നു ഇവിടെ പോലീസ്. എന്നിട്ട് പോലീസ് നോക്കുമ്പോൾ ഒമാരവിടെ ഇരിക്കുക. യഥാർത്ഥ പോലീസിനെ കണ്ടപ്പോൾ അപ്പം തന്നെ എല്ലാ സ്ക്രീനും ഓഫ് ചെയ്ത് പോയി കളഞ്ഞവർ. അപ്പോൾ ഇവർ പേടിച്ചിരിക്കുകയാണ്. സൈബർ അറസ്റ്റ് അവരോട് പറയുന്നത്, നിങ്ങളുടെ പേരിൽ ഒരു മയക്കുമരുന്ന് ഇന്ന പേരിൽ ID വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഉറവിടം നിങ്ങളാണെന്ന് കണ്ടെത്തി നിങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കും, സൈബർ അറസ്റ്റിലാണ് നിങ്ങൾ. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 3-4 മാസങ്ങളായിട്ട് എന്തോരം വാർത്തകളാണ്. ഒരു മിടുക്കൻ പയ്യൻ, എനിക്കൊന്ന് കൊല്ലംകാരനാണ്, അവൻ പറ്റിച്ചു. ഇതൊക്കെ ഈ ഡോക്ടർമാർ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് കുറച്ച് എന്താണ് പറയുന്നത്, ഒരു ജനറൽ നോളജ് GK അവർക്ക് ആവശ്യമാണ്. മലയാളം പറയുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട്. GK ഇച്ചിരി ആവശ്യമാണ്. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയണ്ടേ? ഡോക്ടർ പേഷ്യന്റ് ആയിട്ട് അവയർനെസ് കൊടുക്കുന്നത്. നമ്മൾ തന്നെ എത്ര വട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സൈബർ തട്ടിപ്പുകളെ കുറിച്ചിട്ട്. ഈ സൈബർ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നഗ്നയാക്കി നിർത്തിയ പെൺകുട്ടി ദേഹപരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എങ്ങനെയാണ് ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് സൈബർ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ആർക്കാണ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ ഒരു സംവിധാനമേ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. സത്യം പറഞ്ഞ ഈ നമ്മൾ പോലും ശില്പ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ സൈബർ അറസ്റ്റ് ഉണ്ടെന്നും സൈബർ അറസ്റ്റിലൂടെ ആൾക്കാർ ഇല്ലെന്നുള്ളതാണ്. സൈബർ അറസ്റ്റ് എന്നുള്ള ടേം നമ്മൾ കേൾക്കുന്നതും ആ സൈബർ അറസ്റ്റിൽ വിശ്വസിച്ച് ആൾക്കാർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നും പേടിച്ച് അവരുടെ നഗ്നതകൾ പ്രദർശിപ്പിക്കുന്നെന്നും അതിന്റെ പേരിൽ ഒരുപാട് ഭീഷണി മൂലം ആൾക്കാർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നും മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ അറിയുന്നത് ഈ സൈബർ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ടീം ഉള്ളതുകൊണ്ടാണ്. ആ പോലീസ് ടീമെ നമുക്ക് ഇന്നും ഒരു കയ്യടിയോടെ അല്ലാതെ സ്വീകരിക്കാൻ. പക്ഷെ ഒരു കോമഡി എന്താണെന്ന് അറിയോ, ഇതേ സൈബർ ടീമിനെ വിളിച്ച് ഇവര് ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് തൃശ്ശൂരാണെന്ന് തോന്നുന്നു, സൈബർ സെല്ലിന്റെ ഓഫീസറെ വിളിച്ചുകൊണ്ട് നിങ്ങൾ സൈബർ അറസ്റ്റിലാണെന്ന് പറഞ്ഞ തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഇതിൽ നമ്മുടെ മലയാളി പിടിച്ചിരിക്കുന്നത് ലിങ്കൺ വിശ്വാസ് എന്ന് പറഞ്ഞവനെയാണ്, കൊൽക്കത്തക്കാരനാണ്. അവനെ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ നിന്നാണ് പൊക്കിയിരിക്കുന്നത്. ഇവന്റെ അറസ്റ്റ് തടയാൻ എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവന്റെ കയ്യിൽ കോടികൾ, അതായത് ഈ തട്ടിപ്പ് കിട്ടുന്ന സൈബർ തട്ടിപ്പിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പൈസയിൽ 3/4 പങ്കും ഇവന്റെ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നിരിക്കുന്നത്. അത് മൊത്തം ബിറ്റ്കോയിൻ ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം പിടിക്കുന്ന സമയത്തും ഇവന്റെ ഈ ലക്ഷങ്ങളുടെ രൂപ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നത്. കാണാൻ നല്ലൊരു ചെറുപ്പക്കാരൻ. ഇവൻ ഈ ബുദ്ധി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇവനെയൊക്കെ ഈ ബുദ്ധി ചെയ്യേണ്ട കാര്യം റോയിലേക്കൊക്കെ എടുക്കും.
ഇന്ത്യയുടെ ചാര സംഘടനയിലേക്ക് എടുത്തിട്ട് നല്ല ശമ്പളം കൊടുക്കാന്ന് പറയും. നമ്മുടെ രാജ്യത്തിനെ ഉപയോഗിക്കും. എന്തിനാണ് സ്വന്തം നാട്ടുകാരുടെ തന്നെ പൈസ ലൂട്ട് ചെയ്ത് കംബോഡിയയായിട്ട് ഇവന് ബന്ധമുണ്ട്. കംബോഡിയ എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന്റെ വിളനിലമാണ്. നമ്മുടെ ഒരുപാട് മലയാളി യുവാക്കളെ ഇന്നും അവിടെ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരുപാട് യുവാക്കളെ തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ കംബോഡിയ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇപ്പൊ വീണ്ടും ഓർക്കുന്നില്ലേ, തൃശ്ശൂരത്തിലെ 6 പിള്ളേരെ അവര് പിന്നെ ഏതൊരു ടാക്സി ഡ്രൈവറാണ് അവരെ രക്ഷിച്ച് എയർപോർട്ടിൽ എത്തിക്കുക ചെയ്ത, എംബസിലൊക്കെ അറിയിച്ച് ചെയ്ത, അവരുടെ വിവരങ്ങളിൽ നിന്നാണ് വളരെ ക്രൂരമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ തട്ടിപ്പിന്റെ പേരിൽ അവിടെ നടക്കുന്നത്. വെച്ചാൽ അവിടെ അവരെ വിലയ്ക്ക് വാങ്ങുകയാണ്, അടിമകളെ പോലെ വാങ്ങി വിൽക്കുകയാണ് ഇവരെ ചെയ്യുന്നത്. തട്ടിപ്പ് നടത്താനായിട്ടാണ് ഇവരെ കൊണ്ടിരുത്തുന്നത്. അതായത് ഈ പറയുന്ന സൈബർ തട്ടിപ്പുകൾ നടത്താനായിട്ടാണ് കംബോഡിയയിലേക്കൊക്കെ ആൾക്കാരെ. അതിന്റെ ഒരു മെയിൻ കണ്ണിയാണ് ഈ പറയുന്ന ഇവൻ. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ലിങ്കൺ ബിശ്വാസ് എന്ന് പറയുന്നതിന്റെ കണ്ണിയായിരുന്നിരിക്കും, മെയിൻ സൂത്രധാരനാണ്. ഇവന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞാണോ, ഇവന്റെ പേരിൽ ഒരുപാട് വേറെ ഇവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ശില്പ. കാരണം ഇതിന്റെ പേരിൽ വലിയ വലിയ ശൃംഖലകൾ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു സെന്റർ ഓഫ് നേതാവ് എന്ന് പറയുന്നത് ഒരു ലീഡർ ഇവനാണെന്നാണ് പോലീസ് ഇപ്പൊ പറയുന്നത്. എന്തായാലും കേരള പോലീസിന് സമ്മതിക്കണം, കൊച്ചിയിൽ നിന്ന് ഈ 4.5 കോടിയുടെ തട്ടിപ്പിന്റെ പുറത്താണെങ്കിൽ പോലും ഇവനെ കണ്ടെത്തി എത്തി അറസ്റ്റ് ചെയ്തതിന്റെ അവരുടെ ധൈര്യവും അവരുടെ ആ ഒരു ബുദ്ധിപൂർവ്വതയും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സൈബർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏതാണ്ട് ഈ ഡോക്ടർമാർ ഇഷ്ടം പോലെ തട്ടിപ്പിനിരയാവുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് അവർ ആ കാറ്റഗറി, അവർക്ക് ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ തൊട്ട് നാട്ടിൽ അതായത് അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്കിൻ ഡോക്ടേഴ്സ് ആണ്, ഒരു ഭാര്യയും ഭർത്താവും. 80 ലക്ഷം രൂപയാണ് അവരും തട്ടിച്ചെടുത്തത്. 80 ലക്ഷം രൂപ. പിന്നെ നമ്മുടെ പ്രശസ്തരായ സംഗീതം, എനിക്ക് ജെറിയ മൽദേവാണെന്ന് തോന്നുന്നു, ബാങ്കിൽ ചെന്നിട്ട് 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നാണ്. അവിടുത്തെ ആ ബാങ്ക് മാനേജറുടെ ബുദ്ധിപരമായ ഇടപെടൽ പകുതി പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവർക്കവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പരിഭ്രമം. അപ്പോഴും ആൾക്കാർ പുറത്തു പറയുന്നത് ചമ്മലാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവർ ഈ പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആൾക്കാർ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും പ്രായമുള്ള പിള്ളേരെ അല്ല പറ്റിക്കുന്നത്, പ്രായമുള്ള ആൾക്കാരെ പൈസ വെച്ച് പറ്റിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്റെ പേരിൽ അങ്ങോട്ട് പാഴ്സൽ ഇല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് അത് സംഭവിക്കുന്നൊരു പ്രജ്ഞയിലേക്ക് എത്താൻ അവർ അതുപോലെ പ്രജ്ഞയിലേക്ക് എത്തുന്ന കൂടാഞ്ഞിട്ട് അവർ കയ്യിലിരിക്കുന്ന കാശ് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇതൊരു അവബോധം, തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം വളരെ കോറിൽ നിന്ന് തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഒരു ലിങ്കൺ ബിശ്വാസ് അറസ്റ്റിലായതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നില്ല. 100 കണക്കിന് ലിങ്കൺ ബിശ്വാസിമാർ ഇവന്റെ താഴെയിലുണ്ടാവും. ഇവൻ ഒരു കണ്ണി മാത്രമാണ്. ഇതിന്റെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല. ഏറ്റവും നല്ല വിളനീളം ഇന്ത്യയാണെന്ന് കണ്ടുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും കേരളമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഇവന്മാർ ഇതിലേക്ക് കളയല്ല നെല്ല് വിതയ്ക്കാൻ കൊയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എനിക്ക് പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ ശില്പ, ഞാൻ ഇവന്മാരെ പറ്റിക്കും ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് വരും ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ള പിന്നെ ഹോട്ടൽസിനൊക്കെ നമ്മൾ റിവ്യൂ കൊടുക്കണം. ഒരു റിവ്യൂവിന് 50 രൂപ. അപ്പൊ 3 റിവ്യൂ ആകുമ്പോൾ 150 രൂപ. എങ്ങനെ 150 രൂപ മേടിച്ചു. പിറ്റേ പ്രാവശ്യം ഇവന്മാർ പറയുന്ന അടുത്ത് നമുക്ക് ഉടനെ തന്നെ വരും, നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെ അങ്ങോട്ട് വിളിക്കും. അതൊരു നല്ല സെക്സി ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ പടമൊക്കെ ഇട്ടിട്ടാണ്, ഹായ് മാഡം മറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പെർ ഡേ 3000 to 4000 വരെ സമ്പാദിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് പണിയെടുത്തിട്ടല്ലേ, വെറുതെ ഒന്നും അല്ല, അതിനെ പറ്റിച്ചിട്ടൊന്നുമല്ലോ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത 4 ടാസ്ക് ഇവർ തരുവാണ്. 4 ടാസ്ക് ഇത്ര സമയത്തുള്ള 10 മിനിറ്റുള്ളിൽ ചെയ്തു കൊടുക്കണം. സിമ്പിൾ ടാസ്ക്. അവരെന്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഈ സാധനം നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ വരച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നമ്മൾ തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ടെലഗ്രാം അക്കൗണ്ട് ത്രൂ ആണ് ഇതെല്ലാം നടക്കുന്നത്. അതിനുശേഷം അവർ നമുക്കൊരു 300 രൂപ തരുന്നു, 150 രൂപ. അപ്പോൾ നമ്മൾ 300 കയ്യിൽ നിന്ന് കാശ് മുടക്കൊന്നുമില്ല. അതിനുശേഷം അടുത്ത വർക്കിലേക്ക് നമ്മളേക്ക് ഇവർ വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങളൊരു 1000 രൂപ ഇടും. 1000 രൂപ ഇട്ടതിന് ശേഷം 1500 ആക്കി തിരിച്ചു തരും. അപ്പോൾ നമ്മൾ ഇടത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കൈ പൊള്ളുമല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് കാശ് വന്നിട്ട് പരിപാടിക്ക് നമ്മളില്ല. പക്ഷെ കുറേ മണ്ടന്മാർ മിനിറ്റ് സ്ക്രീൻഷോട്ടാണ് വരുന്നത്. 1000 ഇട്ട് 1500 കിട്ടുന്നു, 1000 ഇട്ട് 1500, 1000 ഇട്ടതിൻ്റെയും 1500 കിട്ടിയതിൻ്റെയും സ്ക്രീൻഷോട്ടുകളാണ് നമ്മളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് പതുക്കെ എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ ചോദിച്ചു നിനക്കൊന്നും നാണമില്ലടാ, പണിയെടുത്ത് ജീവിച്ചൂടെന്ന് ചോദിച്ചു. അവൻ എന്നെ പറഞ്ഞ മറുപടി എന്ന് പറയുമോ, യു ബ്ലഡി ഇന്ത്യൻസ്. എന്നുവെച്ചാൽ നമ്മളെ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നാണ് എൻ്റെ രാജ്യസ്നേഹം ആളിക്കത്തി എനിക്കങ്ങ്. അപ്പം യു ബ്ലഡ് ഇന്ത്യൻസ്, നീയൊക്കെ എന്ത്, അവൻ ഇംഗ്ലീഷിലാണ് എന്നോട് പറയുന്നത്, നീയൊക്കെ വിഡ്ഢികളാണ്, വെറും വിഡ്ഢികൾ. എവിടെ പൈസ കിട്ടിയാലും നിന്നെയൊക്കെ ഞങ്ങൾ പറ്റിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ നിന്നെയൊക്കെ ഞങ്ങൾ കൊള്ളയടിക്കും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അവൻ എന്നോട് പറയുകയാണ്. അപ്പോൾ തിരിച്ച് ഞാൻ കുറേ കുറേ അവനെ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റിക്കാൻ, നീ അവിടെ പാകിസ്ഥാനിൽ നിന്നാണ് അവിടെ വന്നിരിക്കുന്നത്, നീ നിന്റെ മറ്റൊരിടയ്ക്ക് പോയി ചേടാ ഇതെന്നൊക്കെ ഞാൻ ശരിക്കും അവനെ തിരിച്ചു തെറി വിളിച്ചു. ഞങ്ങൾ ഇന്ത്യക്കാരുടെ കാശുണ്ടടാ, ഞങ്ങൾ നിനക്ക് പറ്റിക്കാൻ പറ്റത്തില്ല, ധൈര്യമാണ് നീ മേടിച്ചു നോക്കണം, വെറുതെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ വെല്ലുവിളിച്ചു. അപ്പൊ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കിത് രസമായിട്ടാണ് തോന്നിയത്. പക്ഷെ അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു ഭീതിജനകമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്, ഞാനത് എവിടെയോ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്, കാരണം ഈ റോയൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയെ തകർക്കാൻ
മറ്റ് രാജ്യക്കാർ പ്രത്യേകിച്ചും ചൈന, പാകിസ്ഥാൻ അതുപോലുള്ള അമേരിക്ക പോലുള്ള വമ്പൻ ശക്തികൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഇന്ത്യ 2035 കൂടിയോ 2040 കൂടിയോ ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ വമ്പൻ, പക്ഷേ അമേരിക്കയോടൊപ്പമോ ചൈനക്കാളും മേളിൽ എന്തായാലും കയറും, കയറുന്നൊരു സംശയമില്ല. ആ ലെവലിലേക്ക് എത്തുമെന്ന് കരുതുന്ന സംശയം. കാരണം ഇന്ത്യയിൽ പൈസയുണ്ട്, ഇന്ത്യയിൽ യുവജനങ്ങളുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഡെവലപ്പിംഗ് ആണ്, വല്ലാതെ ഡെവലപ്പിംഗ് ആണ്. വൈകാതെ 2030 ഇന്ത്യ ഒരു പക്ഷേ ഡെവലപ്ഡ് കൺട്രി ആയി മാറും. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ തകർക്കാൻ ഒരു മാർഗം ആൾക്കാരുടെ നിന്ന് പണം വരിക. ലക്ഷക്കണക്കിന് ഇങ്ങനെ തട്ടിപ്പിൽ ഇപ്പോൾ ഒരാളുടെ നിന്ന് 4 കോടി വെച്ച് നമ്മുടെ ഈ കിടക്കുന്ന ജനതകളുടെ നിന്ന് മുഴുവൻ തട്ടിക്കാൻ തുടങ്ങി എന്തോരം പൈസ നഷ്ടം ഉണ്ടാവും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഹാക്കർമാരെയും സൈബർ കള്ളന്മാരെയും നാട്ടിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യസ്നേഹമില്ലാത്തവർ എല്ലാവരും ഇന്ത്യക്കാരല്ല എല്ലാം ഇത് ചെയ്യുന്നത്. എനിക്കറിയാം കംബോഡിയൻ കേസിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആൾക്കാരെ തട്ടിക്കുകയാണെന്ന്, ബാങ്ക് ഫ്രോഡിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അടിയും തൊഴിയും പട്ടിണിയുമാണ് അവരിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല എന്നാണ് മിക്കവരും പറയുന്നത് അവിടെ. പക്ഷെ അപ്പോഴും അവരെ കൊല്ലാറാക്കി, അവർക്ക് പൈസയൊന്നും വേണ്ട, കൊടുത്തത് പൊക്കോട്ടെ, എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് ഒന്ന് കൊടുത്തോ പൊയ്ക്കോട്ടെ, പക്ഷെ തിരിച്ചു പിന്നെ വരാൻ പറ്റില്ല. ഇവരുടെ എന്തോ ഭാഗ്യത്തിനാണ് ആ തൃശ്ശൂരുള്ള 6 പയ്യന്മാർ ഏതോ ഒരു ഡ്രൈവർ രക്ഷിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തയും കാണാത്തയും തരത്തിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രൈമാണ് സൈബറിന്റെ പേരിൽ നടക്കുന്നത്. എന്തായാലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യയിലും കേരളത്തിലും ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ തകർക്കാനോ നമ്മുടെ യുവജനതയെ, നമ്മുടെ സാമ്പത്തിക ശേഷിയെ പ്രഹരം ഏൽപ്പിക്കാനോ സാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ പറയുന്ന ലിങ്കൺ ഏറ്റവും മഹാനായ, അമേരിക്ക കണ്ട ഏറ്റവും മഹാനായ എബ്രഹാം ലിങ്കന്റെ പേരും അതോടൊപ്പം തന്നെ ലിങ്കൺ ബിശ്വാസ്, നല്ലൊരു പേര്. അത് എങ്ങനെ ഇവന് അറിഞ്ഞിട്ടോ അവന്റെ തന്തയും തള്ളയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിവേ എന്തായാലും അവൻ അറസ്റ്റിലായതൊരു സമാധാനമുണ്ട്. കുറച്ച് നാളത്തേക്കെങ്കിലും ഇതിനൊരു അറുതി വരും. ഇനി ഇവന്റെ മറവ് പിടിച്ചുകൊണ്ട് ബാക്കി ആൾക്കാരെയും നമ്മുടെ പോലീസ് പൊക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.